നമ്മൾ ഈ അടുത്ത ഇടയ്ക്ക് നടക്കാൻ പോകുന്ന ചില എക്സാംസിലേക്ക് പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ CPA, CMA, ACCA അതല്ലെങ്കിൽ എക്സാംസ് ഇത്തരം എക്സാംസിലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് വളരെ ടെൻസ്ഡ് ആയിരിക്കും. എക്സാം ഡേറ്റ്സ് അടുക്കാൻ പോകുന്ന ആ സമയത്തേക്ക് നമ്മൾ വളരെ ടെൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സാണ് ഞാൻ ചെയ്ത് പരിചയിച്ചിട്ടുള്ള ചില ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ എക്സാമിന്റെ ആ തലേ മണിക്കൂർ വരെ പഠിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ ഒരു ദിവസം 1.5 ദിവസമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രീ മൈൻഡോടുകൂടി ഇരിക്കുക. അവസാന നിമിഷം വരെ നമ്മൾ ബുക്ക് എടുത്തിട്ട് വായിക്കുന്നത് നമ്മളെ ഒരു കാരണവശാലും ഹെൽപ്പ് ചെയ്യില്ല. അപ്പം അത്തരം സംഗതികൾ ശ്രദ്ധിക്കുക. പിന്നെ എക്സാമിന്റെ തലേ ദിവസമെങ്കിലും നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഒരു നല്ല ആവശ്യത്തിനുള്ള ഉറക്കം അത്യാവശ്യമാണ്. അപ്പൊ ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഔട്ട് സ്റ്റേഷൻ എക്സാംസ് ഒക്കെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്രോമെട്രിക് പോലുള്ള സെന്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിന് പുറത്തായിരിക്കും. അങ്ങനെയുള്ള ഔട്ട് സ്റ്റേഷൻ സെന്റേഴ്സിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആവശ്യത്തിന് സമയം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവസാന നിമിഷത്തെ റഷ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമുക്കറിയത്തില്ല അവിടുത്തെ ട്രാഫിക് എങ്ങനെയാണ്. അപ്പൊ രാവിലെ അവിടെ എത്തി 9 മണിക്ക്, ഞാൻ 6 മണിക്ക് അവിടെ എത്തുന്നു, 7 മണിയാകുമ്പോൾ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്നു, 9 മണിയാകുമ്പോൾ തന്നെ എക്സാം തുടങ്ങുന്നു. അത് ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചേറെ ടെൻഷൻ തരുന്ന സംഗതികളാണ്. അത് നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുക. ഒരു പക്ഷേ പറ്റുമെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ പോയി അവിടെ റിലാക്സ് ചെയ്ത് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് എവിടെയാണ് എക്സാം നടക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് റിലാക്സ്ഡ് ആയിട്ട് പോയി എഴുതാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും, നമുക്ക് അത്ര ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും ഒരു മൂഡ് ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യില്ല. മോർണിംഗ് ടൈമിലാണ് എക്സാംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ്, ആവശ്യത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക. ഒത്തിരി ഓവർലോഡ് ആവില്ലേ. ആവശ്യത്തിന് മിതമായിട്ടുള്ള രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായിട്ടും കഴിക്കുക. അതേപോലെ തന്നെ എക്സാം സമയത്ത് നമ്മൾ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒത്തിരി സ്ലോ ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല, ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ചില എക്സാംസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 മണിക്കൂറിന്റെ എക്സാം ആണെങ്കിൽ നമ്മൾ 1.5 മണിക്കൂർ എക്സാം തീർത്തിട്ട് പുറത്തിറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈം മാനേജ്മെന്റ് ശരിയായില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് അത് കൊടുക്കേണ്ട സമയം കൊടുക്കുക. ഓരോ ക്വസ്റ്റിനും കൊടുക്കേണ്ട സമയത്ത് നമ്മൾ പ്രീ പ്ലാൻ ചെയ്യണം. നേരത്തെ തന്നെ ഇത്ര MCQs ഉണ്ടെങ്കിൽ അതിന് എത്ര സമയം ഞാൻ കൊടുക്കാം, ഇത്ര കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ സിമുലേഷൻസ് ഉണ്ടെങ്കിൽ, ഇത്ര essay റൈറ്റിംഗ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര സമയം ഞാൻ കൊടുക്കാം. ഇതെല്ലാം നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം എക്സാമിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള, നമുക്ക് അറിയത്തില്ലാത്തൊരു കോൺസെപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കോൺസെപ്റ്റ് ആയിരിക്കാം. അന്നേരം നമ്മുടെ കോൺഫിഡൻസിനെ അത് ഒരു കാരണവശാലും ബാധിക്കില്ല. നമുക്കറിയാം മുന്നോട്ട് വേറെ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, നമുക്ക് നന്നായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ചില ആളുകൾ ഈ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ അവരുടെ മൂഡ് മാറി അവരുടെ കോൺഫിഡൻസിനെ അത് എഫക്റ്റ് ചെയ്ത് പിന്നെ ബാക്കിയുള്ള അറിയാവുന്ന സെക്ഷൻസ് പോലും വൃത്തിയായിട്ട് ചെയ്യാൻ അവർക്ക് പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് മുമ്പിൽ മറ്റു നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ പോയാൽ പോലും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്ലാഗ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് കഴിയുമ്പോൾ നിങ്ങൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ഒരുപക്ഷെ നമുക്ക് ചെയ്ത് തീർക്കാവുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മിനിമമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഒബിയസ്ലി ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഒന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വൃത്തിയായിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ പോകുന്നത് തികച്ചും ഉത്തമമാണ്.